ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് റംബുട്ടാൻ വൈൻ. അതിനുവേണ്ടി ഇവിടെ ഒരു റംബുട്ടാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു, നിറച്ച് കായ്ച്ചായിരുന്നു. അതിൽ നിന്ന് കുറച്ച് റംബുട്ടാൻ ഞാൻ പറിച്ച് നല്ലപോലെ, അത് കുറച്ചേറെ ഉണ്ടായിരുന്നേ, കുറച്ചേറെ പറിച്ച് അത് മൊത്തം കുറച്ച് അടത്തിയെടുത്തു. പൊട്ടിച്ചെടുത്ത് അതിൻ്റെ അകത്തെ കുരു എടുത്തിട്ട് അത് ഒരു പാത്രം എടുത്ത്, ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഡെപ്പ പോലെ ഇരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ. ചിലരൊക്കെ ആണെങ്കിൽ ഇതിലാണ് ഇടുന്നത്, ഭരണിക്കകത്തൊക്കെ. ഭരണി ഇല്ലാഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം, പ്ലാസ്റ്റിക്കകത്തൊക്കെ ഇടാം. അപ്പോൾ അതിൻ്റെ അകത്ത് റംബുട്ടാന് പൊളിച്ച് ഞാൻ അതിനകത്ത് ആദ്യമേ അടുക്കി. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കോലം, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, കുറച്ച് ഏലക്ക, ഇതെല്ലാം കുറച്ച് വെതറി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു. അത് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടേ വീണ്ടും ഞാൻ റംബുട്ടാൻ ഇട്ടു. പിന്നെയും കുറച്ച് പഞ്ചസാരയുടെ അതിൻ്റെ മണ്ടയിലിട്ടു. ലെയറായിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ടിട്ട് ബാക്കി ഇരുന്ന തക്കോലവും ഇതെല്ലാം കൂടെ വീണ്ടും ഇട്ടു. നമ്മളാ വെച്ചിരുന്ന പഞ്ചസാര കുറച്ച് ഏറെ ഇട്ട്, 1 കിലോ പഞ്ചസാരയോളം ഇട്ടു, അത്രയും റംബുട്ടാൻ. അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. പുളി കൊണ്ട് പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റാതെ വരും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറിച്ച് വെച്ച ചൂടുവെള്ളം, അത് തിളപ്പിച്ചാറിയതിൻ്റെ ശേഷമാണ് വെള്ളം ഒഴിച്ചത്. അത് ആ റംബുട്ടാൻ്റെ നേകൊക്കെ ഒഴിച്ചേക്കുന്നത്, ഒത്തിരി അങ്ങ് ഒഴിക്കത്തില്ല. പിന്നെ ബാലൻസ് ഇരുന്ന തക്കോലവും പട്ടയും അതെല്ലാം കൂടെ പിന്നെ ബാലൻസ് അതിൻ്റെ മണ്ടയിലിട്ടു. ആ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഇട്ടു. എന്നിട്ട് നല്ലപോലെ തവി കൊണ്ട് ഒന്നുകൂടെ അകത്തുനിന്ന് ഇളക്കി യോജിപ്പിച്ചു. അത് നല്ലപോലെ ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാം നല്ലപോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു തുടങ്ങി. അന്നേരം തന്നെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഈ പട്ടയുടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഈസ്റ്റ് ഇട്ടു. ഒത്തിരി ഇട്ടില്ല, കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് അതിൻ്റെ ഭയങ്കര ലഹരിയായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഈസ്റ്റ് ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി വെച്ചു. എന്നിട്ട് ആ പാത്രം മുറുക്കമുള്ള പാത്രമായിരുന്നു, അടപ്പുള്ള പാത്രമായിരുന്നു. അത് അടച്ചിട്ട് ഒരു വെള്ള തുണി എടുത്തിട്ട് അത് ഞാൻ നല്ലപോലെ കെട്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഇടവിട്ട് ഇളക്കി കൊടുത്തു. അത് നനവില്ലാത്ത നല്ലൊരു ഒരേ സ്പൂണ് കൊണ്ട് എന്നും ഇളക്കി. അത് കൈയൊക്കെ കഴുകിയിട്ട് നല്ലപോലെ ഇളക്കി. എന്നും ഞാൻ ഒന്നട വിട്ട് ഇളക്കുമായിരുന്നു. അത് ഇളക്കി കഴിഞ്ഞൊരു 25-30 ദിവസമായപ്പോഴാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുമായിരുന്നു. അതിന് ശേഷം അത് തുറന്നപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അതേപോലെ നല്ല കളറായിട്ടിരുന്നു. അത് വീണ്ടും ഞാൻ തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് അടിയാൻ വെച്ചു. അടിഞ്ഞതിന് ശേഷം ഞാനത് അരിപ്പയിൽ അരിച്ചെടുത്ത് ഇപ്പം കുടിച്ചപ്പോൾ നല്ലതായിരുന്നു. കുടിക്കാൻ നല്ല ഒരു മധുരവും നല്ലൊരു ടേസ്റ്റും ഒരു ലഹരിയും നമ്മൾ ഉദ്ദേശിച്ചതിൽ നല്ലപോലെ ഒത്തു. എന്നിട്ട് അതെല്ലാം അരിച്ചെടുത്തിട്ട് ഞാനത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാം. ഈ റംബുട്ടാൻ കിട്ടുമ്പോൾ വെറുതെ ആരും കളയല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ്, ഇത് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റൂടെ രേഖപ്പെടുത്തണേ, മറക്കരുത്.